ഓക്കെ, നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 6 വീണ്ടും നമ്മളെന്താണ് വേർഡ് പ്രോബ്ലംസ് പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. നമ്മളെ ബാങ്കിലെത്തി ബാങ്കിലെന്താ സ്ഥിതി, വേറെ ബാങ്കിൽ എന്തൊരു പ്രശ്നം. ഇനി ബാങ്ക് പ്രിൻസിപ്പൾ ഇൻക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 6% പെർ ഇയർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ഇഫ് ഇത് റുപ്പീസ് 100 ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 ഇയർ. ലോഗിൻ്റെ വാല്യൂ എന്നത് ഇത്രയോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ എന്താണ്, ലെറ്റ് ദ ബാങ്ക് പ്രിൻസിപ്പൽ ക്യാപിറ്റൽ പി ഇൻക്രീസ് റേറ്റ് ഓഫ് 6%. അപ്പോൾ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 6% ഓഫ് പി. അതായത് ഡി പി ഇസ് ഈക്വൽ ടു ആർ പി, അതായത് 6% ഓഫ് പി എന്ന് പറയുമ്പോൾ എന്താ, ആർ ഡിവൈഡ് ബൈ 100 ഓഫ് പി, അത് ഇൻറ്റു ഡി ടി. എന്നിട്ട് എന്താ, ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ് ആൻഡ് പുട്ട് ദ ഗിവൺ കണ്ടീഷൻ ടു ഗെറ്റ് ദ റിസൾട്ട്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാമല്ലോ. ലെറ്റ് പി ടി ആൻഡ് ആർ റെപ്രസെൻറ്റ് ദ പ്രിൻസിപ്പൽ, ടൈം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആർ എന്ന് പറയുന്നത് എന്താ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അത് ഓർമ്മിക്കുക. ടി എന്ന് പറയുന്ന ടൈം, പി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ. ഡി പി ബൈ ഡി ടി സിക്കൽ 6% ഓഫ് പി. അപ്പോൾ ഡി പി ബൈ ഡി ടി സിക്കൽ ടു ആർ ബൈ 100 ഓഫ് പി. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഈ പീൻ്റെ ടേംസിൽ ഇവിടെ വരുമോ, ഈ ഡി ടി അപ്പുറത്ത് പോട്ടെ. അപ്പോൾ എന്താ, ഈ പറഞ്ഞ ആർ ബൈ 100 ഇൻറ്റു ഡി ടി, ഡി പി ഡിവൈഡഡ് ബൈ പി, സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ്. ഇനി എന്ത് ചെയ്യുക, നമ്മളെ നോർമൽ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിട്ടാണ് രണ്ട് സൈഡിൽ ഇൻ്റഗ്രൽ എടുക്കുക. അപ്പോൾ ഡി പി ബൈ പി സിക്കൽ ടു ഇൻ്റഗ്രൽ ഡി പി ബൈ പി സിക്കൽ ടു ഇൻ്റഗ്രൽ ആർ ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഡി ടി. ഇത് നമുക്കറിയില്ല, ഇതിപ്പോൾ 1/x എന്നുള്ള ഫോർമാറ്റ് ഉണ്ട്. ലോഗ് പി ഈക്വൽ ടു എന്താണ്, ഈ പറഞ്ഞ ആർ ബൈ 100 എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കും ഇൻ്റഗ്രലിൻ്റെ. ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോൾ ടി. അപ്പോൾ ആർ ബൈ 100 ഇൻറ്റു ടി പ്ലസ് സി. നമുക്ക് ഈ പറയുന്ന സൊല്യൂഷൻ കിട്ടി, ജനറൽ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഗിവൺ കണ്ടീഷൻസിലെ വാല്യൂ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. വെൻ ടി ഈക്വൽ 0, ഇനീഷ്യൽ കണ്ടീഷനിൽ ടി ഈക്വൽ 0, ലെറ്റ് പി ഈക്വൽ P0 എന്ന് പറയുന്നൊരു വാല്യൂ. അപ്പോൾ ലോഗ് ഓഫ് പിന് പകരം P0 ഈക്വൽ ടു എന്താ, ടൈം ഇവിടെ ടി അല്ല. അപ്പോൾ ഈ T0 എന്ന സമയത്ത് ഈ കംപ്ലീറ്റ് സാധനം 0 ഇപ്പോൾ 0 പ്ലസ് സി. അപ്പോൾ സി എന്തായിരിക്കും, സി ഈക്വൽ ലോഗ് P0 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ഇതെന്ത് ചെയ്യുക, ഇത് നമ്മളെ ഈ പറഞ്ഞ ഈ സി എന്നുള്ള വാല്യൂ ഇവിടെ ഒരു സി കണ്ട് ഈ സിയിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോഗ് പി സിക്കൽ ആർ ബൈ 100 ഇൻറ്റു ടി പ്ലസ് സിന് പകരം ലോഗ് P0. ഈ ലോഗ് P0 ഇപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ ലോഗ് പി മൈനസ് ലോഗ് P0 ഇക്വൽ ടു ആർ ബൈ 100 ഇൻറ്റു ടി. ഇതിപ്പോൾ എന്താ, ലോഗ് എ മൈനസ് ലോഗ് ബി, ഇവിടെ ഒരു വാല്യൂ ചെയ്തില്ല അല്ലേ. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി നമ്മൾ എന്താ പഠിച്ചത്, ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ അത് ആർ ബൈ 100 ഇൻറ്റു ടി. അപ്പോൾ എന്താ, ലോഗ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ അല്ല, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ ലോഗ് ഓഫ് പി ഡിവൈഡ് ബൈ P0 ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടി. അടുത്ത കണ്ടീഷൻ നമുക്ക് എഴുതാം. ഇതിപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ഏതാ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വെൻ ടൈം ഈക്വൽ ടു ടി. അതിങ്ങനെ ടി ഈക്വൽ എന്ന് പറയേണ്ടത് 10 എന്ന് പറഞ്ഞാൽ കിട്ടും. കാരണം എന്താ, ഇവിടെ 10 ഇയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 10 ഇയേഴ്സ്, അതായത് ടൈം 10 ഇയേഴ്സ് ആണ്. പി ഈക്വൽ ടു 2P0, അതായത് ഇതാ ഡബിൾ ഇറ്റ് സെൽഫ്, അതായത് ഇല്ല പ്രിൻസിപ്പൽ വാല്യൂ ഡബിൾ ആയിപ്പോൾ. അപ്പോൾ ഡബിൾ ആവും എന്ന് പറയുമ്പോൾ എന്താ, പി ഈക്വൽ ടു 2P0 ആയിട്ട് മാറും. ദെൻ ഇക്വേഷൻ 2 ബിക്കംസ് ലോഗ് ഓഫ് പിന് പകരം 2P0 ഡിവൈഡ് ബൈ P0. അപ്പോൾ എന്താ, ഈ P0 B0 കൂടി ക്യാൻസൽ ആയി പോകും. ഈക്വൽ ടു എന്താ, ഈ പറഞ്ഞ എന്താണ്, ആർ ബൈ 100 ഇൻറ്റു ടി അല്ല, ടീന് പകരം എന്ത് ചെയ്യുക, 10 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ 10ൽ ഇവിടെ 100 ഒരു 0 കട്ടായി. അപ്പോൾ ഇതാ ഇവിടെ എന്താ ബാക്കി വരില്ല, ലോഗ് 2. ഇവിടെ ലോഗ് 2 ബാക്കി, ഇവിടെ ഒരു ആർ ബൈ 10 ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, 6 കണ്ടുപിടിക്കണമെങ്കിൽ 10 അപ്പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ 10 ഇൻറ്റു ലോഗ് 2. അപ്പോൾ എന്താ, ഈ പറഞ്ഞ 10 ഇൻറ്റു ലോഗ് 2ൻ്റെ വാല്യൂ. അതുകൊണ്ട് ഇവർ ഇവിടെ ലോഗ് 2ൻ്റെ വാല്യൂ ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ലോഗ് 2 ഈക്വൽ 0.6. ഇത് ആക്ച്വലി നിങ്ങൾ വിചാരിക്കും മറ്റേ ലോഗ് 2 എന്ന് പറയുന്നത് 0.3010 ആയിട്ടല്ല. പക്ഷേ എങ്കിൽ എന്താ, അത് നാച്ചുറൽ ലോഗ് ആയിട്ടല്ല, നാച്ചുറൽ അല്ല, കോമൺ ലോഗ് ആയിട്ടല്ല, ബേസ് 10 വരുന്ന ലോഗിലാണ് ലോഗ് 2 ഈക്വൽ ടു ഈ പറയുന്ന വാല്യൂ വരുന്നത്. ഇതെന്താ, ഇവിടെ ഈ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം, അതായത് ln ആണ്. എന്താണ്, ഈ ലോൺ ഓഫ് എക്സ് അല്ലെങ്കിൽ ലോൺ ഓഫ് 2 കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ എന്താണ് ലോഗരിതം, പിന്നെ ബേസ് ഇ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലോഗ് ഈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ln2 ലോൺ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.6391. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു ലോഗ് 2ന് പകരം ln2ന് പകരം 0.6931. അപ്പോൾ ഈ 6 ജസ്റ്റ് ഇപ്പുറത്തേക്ക് ചാടി വരും. അപ്പോൾ 6 6.931. ഇതായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അത് റേലായിരിക്കും, അത് എനിക്കൊന്ന് 6.9, ഓൾമോസ്റ്റ് ഒരു 7% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന് ഡിഫറൻസിയേഷൻ വെച്ചിട്ട് ചെയ്യുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുക.